Hello friends, I am Thulasi. Welcome to the Physics channel, 4th Dimension. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്ടർ ആൾജിബ്രയിലെ 4th ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ വെക്ടർ അഡീഷൻ പഠിച്ചു, വെക്ടർ സബ്ട്രാക്ഷൻ പഠിച്ചു, അതേപോലെ തന്നെ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ പോർഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ സ്കെയിലർ ബൈ എ വെക്ടർ. ഒരു സ്കെയിലറിനെ വെക്ടർ കൊണ്ട് ഗുണിച്ചാൽ എന്താണ് പ്രശ്നം? അതായത് when you are multiplying a scalar with a vector, you are getting a new vector. അപ്പോൾ അവിടെ ഒരു സ്കെയിലർ എസ് ആണെന്ന് വിചാരിക്കാം. എസ് ഈസ് എ സ്കെയിലർ ആൻഡ് വെക്ടർ ഈസ് ഗിവൺ ബൈ വെക്ടർ എ. നമ്മുടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടൊരു റിസൾട്ടൻ്റ് ആയിട്ട് നമുക്കൊരു വെക്ടർ കിട്ടും ഇല്ലേ. ആ വെക്ടറെ നമ്മൾ വെക്ടർ ആർന്ന് എടുക്കുകയാണെങ്കിൽ ഈ വെക്ടർ ആറിന് ഒരു മോഡുലസ് കാണും അല്ലേ. ആ വെക്ടർ ആറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? വെക്ടർ ആറിൻ്റെ മോഡുലസ് എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്കെയിലറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുക. സ്കെയിലറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എസ് ആയിരിക്കത്തില്ലേ. അതിനെ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എ എന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? വെക്ടർ എന്ന് എഴുതി മോഡുലസ് എടുത്താൽ പോരെ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതുക. ആൻഡ് ഡയറക്ഷൻ സെയിം ആസ് വെക്ടർ. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് when you are multiplying a scalar by a vector, the product is a vector whose magnitude is the product of the numerical value of the scalar and the modulus of the vector and direction same as that of the given vector. ഇതാണ് ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം അല്ലേ. എക്സാമ്പിൾ, suppose you are having the scalar quantity as മാസ് ഉണ്ട്. അതിൻ്റെ ലെറ്റർ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എം എന്നാണ്. രണ്ടാമത് ഒരു ബോഡിയുടെ വെലോസിറ്റി അറിയാം. ഇപ്പോൾ ബോഡിയുടെ മാസ് അറിയാം, രണ്ടാമത് ബോഡിയുടെ വെലോസിറ്റി നമുക്കറിയാം അല്ലേ. വെലോസിറ്റിക്ക് വെക്ടർ അല്ലേ, അപ്പോൾ വെക്ടർ വി നമുക്ക് കൊടുക്കാം. ആൻഡ് സപ്പോസ് യു ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ദിസ് സ്കെയിലർ വിത്ത് വെക്ടർ. അപ്പോൾ മാസിനെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കറിയാം മാസിൻ്റെ വെലോസിറ്റി എപ്പോഴും മൊമെൻ്റം ആയിരിക്കും. മൊമെൻ്റം മീൻസ് വെക്ടർ പി നമ്മൾ എഴുതുന്നുണ്ടാവും. ഇപ്പോൾ ഒരു സ്കെയിലറിനെ വെക്ടറോട് ഗുണിച്ചാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും ഒരു വെക്ടർ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈ റൂൾ അനുസരിച്ച് നമ്മൾ വെക്ടർ പിയുടെ മോഡുലസ് കണ്ടുപിടിക്കാൻ ആദ്യം സ്കെയിലറിൻ്റെ വാല്യൂ എടുക്കണം. അപ്പോൾ എം ഇൻറ്റു വെലോസിറ്റിയോ, വെലോസിറ്റിയുടെ മോഡുലസ് എടുക്കുന്ന വി എന്ന് എടുക്കുക അല്ലേ. ഡയറക്ഷനോ, ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് വെക്ടർ വി. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഈ സ്കെയിലർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് നോക്കാം. നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കി. ദ സ്കെയിലർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് ആണ്. അതിൻ്റെ സ്കെയിലർ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈസ് ഡിഫൈൻഡ് ആസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്കെയിലർ ക്വാണ്ടിറ്റി ആകുമ്പോൾ ഡയറക്ഷൻ വേണ്ട വാല്യൂ മാത്രം മതിയല്ലോ. ഹൂസ് വാല്യൂ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക ആൻഡ് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അതിനിടയ്ക്കുള്ള ആംഗിളിൻ്റെ കൊസൈൻ കൊണ്ട് മൾട്ടിപ്ലൈ. ഫോർ എക്സാമ്പിൾ, യു ആർ ടേക്കിംഗ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. It makes an angle theta between them. And suppose when you are multiplying vector A with vector B, you are getting a scalar quantity. Then we can write that as vector A into vector B. ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി അല്ലേ, അതിൻ്റെ വാല്യൂ വേണമെന്ന് ആ ഒരു വാല്യൂ നമുക്ക് എടുക്കണം. അപ്പം വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയുടെ ഇടയിലായിട്ട് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ സ്കെയിലർ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉപയോഗിക്കുന്നത് ഒരു ഡോട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് സ്കെയിലറായിട്ട് വരുന്ന സിറ്റുവേഷൻ നമ്മൾ ഏത് ഉപയോഗിക്കും? ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്ന ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഫസ്റ്റ് വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടർ എയുടെ മോഡുലസ് എടുക്കുക. രണ്ടാമത് വെക്ടർ ബിയുടെ മോഡുലസ് എടുക്കുക. പിന്നെന്താ വേണ്ടേ? കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഇതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റ അല്ലേ, അതിൻ്റെ കോസൈറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മോഡുലസ് സിമ്പിൾ ഇങ്ങനെ വേണ്ട, എ ഇൻറ്റു ബി ഇൻറ്റു കോസൈറ്റ്. Now you can take an example in which you can see that a force is applied on a body. This is a body and you are applying a force on the body in this particular direction, and this force is given by F is equal to vector F is equal to
10 Newton. Then force the value matram kodukka 10 Newton. It is acting in the horizontal direction. And when the force is applied to the body has displacement. But the displacement is what be in this direction. Displacement letter vector S നമുക്ക് എടുക്കാം. അതിൻ്റെ എഫും എസ് ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന ആംഗിൾ സ്പെസിഫൈ ചെയ്യുക. ആംഗിൾ ദറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പം ഡയറക്ഷൻ ഓഫ് എഫും ഡയറക്ഷൻ ഓഫ് എസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ദറ്റ് ഈസ് 30 ഡിഗ്രി അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യുന്നത് എഫും എസുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. യു നോ ദാറ്റ് ദിസ് ഈസ് വർക്ക്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗുണിച്ചാൽ വർക്കല്ലേ കിട്ടുക. അപ്പം അതങ്ങനെയാണെങ്കിൽ ഇത് വെക്ടറാണ്, ഇത് വെക്ടറാണ്, അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയ സ്കെയിലർ ആണല്ലോ. അപ്പം അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എന്താക്കി? ദറ്റ് ഈസ് എ സ്കെയിലർ പ്രോഡക്റ്റ്. സോ വി ക്യാൻ ഗിവ് ദ സിമ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആസ് ഡോട്ട് ഇൻ ബിറ്റ്വീൻ വെക്ടർ എഫ് ആൻഡ് വെക്ടർ എസ്. സോ വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഇതിൻ്റെ ഡബ്ല്യുവിൻ്റെ വാല്യൂ വേണ്ടേ? ഈ സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ വാല്യൂ വേണ്ട. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുക അല്ലേ? നോക്കിയേ ഇവിടെ ഫസ്റ്റ് വെക്ടറിൻ്റെ മോഡുലസ് 10 ന്യൂട്ടൺ. അപ്പോൾ 10 ഇൻറ്റു പിന്നെ ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് വേണം. ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. അപ്പോൾ 10 ഇൻറ്റു 10 ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പോൾ കോസ് ഓഫ് ഈ രണ്ട് വെക്ടേഴ്സിലേക്ക് 30 ഡിഗ്രി ആംഗിൾ അല്ലേ? അപ്പോൾ കോസ് 30 ഈ വാല്യൂ എടുക്കാം അല്ലേ? സോ ദിസ് വാല്യൂ ഈസ് 100 ഇൻറ്റു കോസ് 30 എടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ √3/2 എന്ന് കിട്ടും അല്ലേ? 100 ഇൻറ്റു √3/2. ദിസ് ഇസ് വർക്ക് ആൻഡ് എക്സ്പ്രസ് ഇൻ ജൂൾ. ഇങ്ങനെ വരുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കെയിലർ പ്രോഡക്റ്റ്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. And according to commutative law, suppose you are multiplying vector A with vector B, that means you are taking the vector A dot vector B. And this is always equal to vector B dot vector A. അതിൻ്റെ അർത്ഥം കമ്മ്യൂട്ട് ചെയ്യാവുന്ന നമുക്കത് വെക്ടർ ഡോട്ട് വെക്ടർ ബി എ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് എടുക്കത്തെ വെക്ടർ ബി ഡോട്ട് വെക്ടർ എടുത്താലും അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. കാരണം എ ഡോട്ട് ബിയുടെ എക്സ്പാൻഷൻ എന്താ വരുന്നത്? വെക്ടർ ഡോട്ട് വെക്ടർ ബിയുടെ എക്സ്പാൻഷൻ വരുന്നത് എ ബി കോൺസ്റ്റന്റ്. വെക്ടർ ബി ഡോട്ട് വെക്ടർ എയുടെ എക്സ്പാൻഷൻ വരുന്നത് ബി എ കോൺസ്റ്റന്റ് ആണ് കേട്ടോ അല്ലേ? രണ്ട് വാല്യൂ ഈക്വൽ ആണല്ലോ. എയുടെയും ബിയുടെയും പൊസിഷൻ ചേഞ്ച് ചെയ്തൊന്നും മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ എ ബി കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ബി എ കോൺസ്റ്റന്റ്. സോ ദ വെക്ടർ പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. Second one is distributive law. Suppose you are having 3 vectors such that you are finding vector A dot vector B plus vector C. That means first you are finding out the sum of the vectors vector B and vector C, and then that resultant value is actually multiplied with vector A dot, അതായത് vector A dot vector B plus vector C അങ്ങനെ ചെയ്യാം. And this value is equal to vector A dot vector B plus vector A dot vector C. അപ്പോൾ ഇങ്ങനെ വെക്ടർ ഡോട്ട് വെക്ടർ ബി എടുത്തിട്ട് വെക്ടർ ഡോട്ട് വെക്ടർ സി കണ്ടുപിടിക്കുക. എയും ബിയുടെ ഡോട്ട് ചെയ്യുക, എയും സിയുടെ ഡോട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂസ് ഇല്ല, അത് ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈ വെക്ടർ ബി പ്ലസ് വെക്ടർ സി ആഡ് ചെയ്തിട്ട് എയോട്ട് ഡോട്ട് ചെയ്തില്ലേ ആ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് കമ്മ്യൂട്ടേറ്റീവിൽ എന്താ പറയുന്നുള്ള ഐഡിയ മാത്രം ഒന്ന് കണക്ട് ചെയ്യാം. Next character is how can you find out the scalar product of orthogonal unit vectors? And you know what are orthogonal vectors? I cap, j cap and k cap, which represents the direction of x axis, y axis and z axis in rectangular coordinate system. That is called the orthogonal unit vectors. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എടുക്കുന്നേ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് എടുക്കും. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അടുത്ത ഐ ക്യാപ്പ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സ്പാൻഷൻ എങ്ങനെ വരുന്നത്? ഡോട്ട് പ്രോഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ ഫസ്റ്റ് വെക്ടറിൻ്റെ മോഡുലസ് എടുക്കണം. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് വെക്ടറല്ല. ഇപ്പോൾ മോഡുലസ് അതിൻ്റെ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ 1 ഇൻറ്റു ഇനി അടുത്ത ഐ ക്യാപ്പ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ഇൻറ്റു ഡോട്ടല്ല കൊടുക്കുന്നത് എക്സ്പാൻഷനില്ല, ഇപ്പോൾ ഇൻറ്റു മതി. 1 ഇൻറ്റു 1 ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ. അപ്പോൾ കോസ് ഓഫ് ഐയും ഐയും സെയിം ഡയറക്ഷൻ അല്ലേ, അപ്പം അതിൻ്റെ ആംഗിൾ വരുന്നത് 0 ആയിരിക്കും. കോസുകളുടെ വാല്യൂ 1 ആണല്ലോ. സോ ദിസ് വാല്യൂ ഇസ് 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. സോ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് ആദ്യത്തെ റിസൾട്ട്. സെക്കൻഡ് നമ്മൾ എടുക്കുന്നത് ജെ ക്യാപ് ഡോട്ട് ജെ ക്യാപ് എടുക്കുക. ഇതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ എത്ര ആകും? 1 ആകും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ജെ ക്യാപ്പിൻ്റെ വാല്യൂ എത്ര തന്നെ? 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു
അടുത്ത ജെ ക്യാപ്പിന് 1 ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടും പിന്നെ വൈ ഐ സെറ്റ്, അപ്പം 0 ആയിരിക്കും ആംഗിൾ അല്ലേ, അങ്ങനെ എടുക്കുക. ഇതേപോലെ തന്നെ തേർഡ് കേസ് എടുക്കുകയാണെങ്കിൽ കെ ക്യാപ് ഡോട്ട് കെ ക്യാപ് ദാറ്റ് വാല്യൂ ഈസ് ഓൾസോ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് 1 ആയിട്ട് വരുന്നത്? ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് ഈസിക്കൽ 1, ജെ ക്യാപ് ഡോട്ട് ജെ ക്യാപ് ഈസിക്കൽ 1 ആൻഡ് കെ ക്യാപ് ഡോട്ട് കെ ക്യാപ് ഈസിക്കൽ ടു 1. ഇതാണ് ആദ്യത്തെ ഒരു സെറ്റിൻ്റെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്കെയിലർ പ്രോഡക്റ്റ് വാല്യൂസ് ആണ് ഈ കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഐയും ജെയും എടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുക, ഇങ്ങനെ തിരിച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ് എന്ന് എടുക്കുക, ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ്. ഈ ഐ ക്യാപ്പിൻ്റെ വാല്യൂ എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ, അപ്പോൾ 1 എല്ലാ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ വാല്യൂ 1 ആണ്. ജെ ക്യാപ്പിൻ്റെ വാല്യൂ 1 തന്നെയായിരിക്കും. അപ്പോൾ 1 ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്ന് എടുക്കുമ്പോൾ കോസ് ഓഫ് ഐയും ജെയുടെ ഡയറക്ഷൻ ഇടയ്ക്ക് വരുന്ന ആംഗിൾ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് കോസ് 90 0 അല്ലേ, ഇതിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ് ഈസിക്കൽ 0 എന്ന് കിട്ടും. Similarly, you are taking j cap k cap anti-clockwise എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് j cap dot k cap, that is also 0 because ഈ j capന്റെ വാല്യൂ എത്രയാ? 1, k capന്റെ വാല്യൂ എത്ര? 1. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു ജെയും കെയും വൈയും ഇസഡ് ആക്സസ്, അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെയും നമുക്ക് ഈ വാല്യൂ 0 ആയിട്ട് കിട്ടും. ദെൻ k cap dot k cap k cap dot i cap ആണ്, k cap dot i cap is equal to 0. അപ്പോൾ എത്ര സെറ്റ് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്? 6 എണ്ണമില്ലേ. ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് സെയിം ഓർത്തോഗണൽ വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും 1 ആയിരിക്കും, അതേസമയം ഡിഫറൻറ്റിൻ്റെ എപ്പോഴും 0 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് വേണേൽ തിരിച്ചെടുക്കാം. ജെ ക്യാപ് ഡോട്ട് ഐ ക്യാപ് എടുത്താലും 0 വരും, കാരണം ഡോട്ട് പ്രോഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം നമുക്കല്ലേ. അപ്പോൾ ജെ ക്യാപ് ഡോട്ട് ഐ ക്യാപ് എടുത്താലും 0 ആയിരിക്കും. അതുകൊണ്ട് ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ്പോ ജെ ക്യാപ് ഡോട്ട് ഐ ക്യാപ് എടുത്താലും ബോത്ത് വാല്യൂ. അതുപോലെ തന്നെ ഈ കേസും ആപ്ലിക്കബിൾ ആയിരിക്കും. സോ ദീസ് ആർ ദ കാൽക്കുലേറ്റ്സ് ഓഫ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് വെക്ടർ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റോ ഇറ്റ് ഈസ് ഓൾസോ എ വെക്ടറാണ്. അപ്പം മൾട്ടിപ്ലൈ ചെയ്തതും വെക്ടേഴ്സ് ആയിരിക്കും, പ്രോഡക്റ്റും വെക്ടേഴ്സ് ആണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിലോ ഇറ്റ് ഈസ് കോൾഡ് വെക്ടർ പ്രോഡക്റ്റ്. അപ്പം നമുക്ക് എ എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് ഇമാജിൻ ചെയ്യാം. എ then is another vector b which makes an angle theta in between them. Then these vectors are actually lying in a particular plane. അപ്പോൾ നമ്മളിങ്ങനെ പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ ആ പ്ലെയിനിലായിരിക്കും എ എന്ന് പറയുന്ന വെക്ടർ ബി എന്ന് പറഞ്ഞ വെക്ടർ നിൽക്കുന്ന ഈ പ്ലെയിനിലാണ്. ഇതിൻ്റെ വെക്ടർ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് വെക്ടർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന ലെറ്റർ നോക്കി, വെക്ടർ എ ബി അതിനിടയ്ക്ക് ക്രോസ് കൊടുക്കും. അതായത് വെക്ടർ മൾട്ടിപ്ലിക്കേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രോസ് ആണ് കൊടുക്കുന്നത്. ഇതൊരു വെക്ടർ ഇതിൻ്റെ പ്രോഡക്റ്റ് വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരും. അപ്പോൾ ഈ വെക്ടർ ക്രോസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം അല്ലേ. ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുക. അപ്പോൾ നമുക്ക് എ ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ബി ഇൻറ്റു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം, സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡായി. ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ ആൻഡ് വെക്ടർ ബി. വെക്ടറയും വെക്ടർ ബിയും ഏത് പ്ലെയിനിൽ നിൽക്കുന്നോ ആ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി ഫൗണ്ടഡ് ബൈ എ റൂൾ, ദാറ്റ് ഈസ് കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, എയും ബിയും നിൽക്കുന്ന പ്ലെയിനാണ് ഈ പ്ലെയിനെങ്കിൽ അതിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വെക്ടർ ക്രോസ് വെക്ടർ ബിയുടെ ഡയറക്ഷൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ വെക്ടർ എയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, വെക്ടർ ബിക്കും അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ദ വെക്ടർ പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി whose magnitude is equal to the product of the magnitude of the given vectors. നമ്മൾ എഴുതിയിട്ടുണ്ട് എ ബി എന്ന് എഴുതിയിരിക്കും. ആൻഡ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദെയർ ഡയറക്ഷൻസ്. എയ്ക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന ഡയറക്ഷന് സൈൻ തീറ്റയുടെ മൾട്ടിപ്ലൈ. എയും ബിയും സൈൻ തീറ്റയുടെ മൾട്ടിപ്ലൈ ചെയ്താൽ വെക്ടർ ക്രോസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടും. ശരിയല്ലേ? പിന്നോ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോത്ത് വെക്ടേഴ്സ്. ആ 2 വെക്ടേഴ്സ് നിൽക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞ റൂൾ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഫിഗറിനകത്ത് കാണുന്ന എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ബി ഒരു വെക്ടർ, ആൻഡ് തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദെയർ ഡയറക്ഷൻസ്. ആൻഡ് ദീസ് വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ ലൈയിങ് ഇൻ ദ പർട്ടിക്കുലർ പ്ലെയിൻ. നമ്മളിവിടെ ചെയ്യുന്ന എയും ബിയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, അവിടെയായിട്ട് ഓയിൽ നമ്മൾ ഒരു സ്ക്രൂ അറേഞ്ച് ചെയ്തിരിക്കുന്നു പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ ആൻഡ് വെക്ടർ ബി. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ അതിനെ ടേൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രൂവിൻ്റെ ഹെഡ് എങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുന്നോ
അത് എക്കും ബിക്കും പെർപെൻഡിക്കുലറായിട്ടായിരിക്കും അഡ്വാൻസ് ചെയ്യുന്നത്. ദാറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ പറഞ്ഞ എന്താ? വെൻ യു ആർ ടേണിംഗ് ദ സ്ക്രൂ ഫ്രം എ ടു ബി, in which direction the head of the screw advances, that gives the direction of vector A cross vector B. അപ്പം അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഡയറക്ഷനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ എൻ ക്യാപ്പ് ആണെന്ന് വിചാരിക്കാം. എൻ ക്യാപ്പ് ഇസ് ദ യൂണിറ്റ് വെക്ടർ റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് ദ ക്രോസ് പ്രൊഡക്റ്റ്. എങ്കിൽ നമുക്ക് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊടുക്കുക അല്ലേ. നമുക്ക് എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഡയറക്ഷനെ കാണിക്കാൻ എൻ ക്യാപ്പ് കൊടുക്കും. ഇതാണ് ശരിക്കും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ. ഇതായിരിക്കും എ ക്രോസ് ബി എക്സ്പാൻഷൻ എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എക്സാമ്പിൾസ് ഓഫ് വെക്ടർ പ്രോഡക്റ്റ്. എക്സാമ്പിൾസ് ഓഫ് വെക്ടർ പ്രോഡക്റ്റ്. And for that you are taking a particle whose position is specified with respect to an origin, and this is the position of the particle, and this much distance is called position vector. And suppose the force is acting on the particle in this particular direction, so that theta is the angle between direction of the position vector and the direction of force. In this situation, suppose you are multiplying vector r cross vector f കണ്ടുപിടിക്കാന്ന് വെച്ചു. അതായത് പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ടോർക്ക് ആയിരിക്കും. ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഉപയോഗിക്കുന്ന ടൗ എന്ന് പറഞ്ഞ ലെറ്ററാണ്, TAU, ടൗ. ഈ ലെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിന് മുകളിൽ ആരോ കൊടുക്കണം. ദിസ് ഇസ് എ വെക്ടർ. സോ ടൗ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫ്. അപ്പോൾ അതുകൊണ്ട് പൊസിഷൻ വെക്ടറിൻ്റെയും ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെയും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും നമുക്ക് തരുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ടോർക്ക്. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെക്ടർ പ്രോഡക്റ്റ്. അതിൽ ആദ്യം വരുന്ന കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. ഒന്നാമത്തേത് കമ്മ്യൂട്ടേറ്റീവ് ലോ. Suppose you are taking vector A cross vector B. Vector A cross vector B എന്ന് പറയുന്നത് that is equal minus vector B cross vector A ആയിരിക്കും. മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. അതിന് കാരണം എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഒരു പ്ലെയിനിൽ നിൽക്കുന്ന രണ്ട് വെക്ടേഴ്സ് എടുക്കുന്നു. ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെന്ന് വിചാരിക്കും. തീറ്റ അവർക്കിടയിൽ വരുന്ന ആംഗിളാണ്. ഇവിടെ നമ്മൾ സ്ക്രൂ ഹോൾഡ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്തു. ദെൻ റൊട്ടേറ്റിംഗ് ഫ്രം എ ടു ബി. എ ടു ബിയിലേക്കാണ് നമ്മൾ തിരിക്കുന്നെങ്കിൽ പ്രത്യേകത ഇതിൻ്റെ ഹെഡില്ലേ ഈ ഡയറക്ഷൻ അഡ്വാൻസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഇതായിരിക്കും വരുന്നത്. എ ഇത് ബിയിലേക്ക് ടേൺ ചെയ്ത്. ബി ക്രോസ് എന്ന് പറയുമ്പോൾ ടേണിങ് ചെയ്യാൻ പറയുന്നത് സ്ക്രൂവിൻ്റെ ബി എയിലേക്ക് വേണം. അപ്പോൾ ബി എന്ന് തിരിഞ്ഞു പറഞ്ഞാൽ ആദ്യം നമ്മൾ ക്ലോക്ക് വൈസ് ആണ് ടേൺ ചെയ്യുന്നെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സ്ക്രൂവിൻ്റെ അഡ്വാൻസ്മെന്റ് അപ്പോൾ എങ്ങോട്ട് വരും? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ. ദിസ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. ഇപ്പോൾ എ ക്രോസ് ബി എടുക്കുകയാണെങ്കിൽ സ്ക്രൂവിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് മുകളിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നതായിട്ട് കാണാം. അതേസമയം നമ്മൾ തിരിച്ച് ബി ക്രോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ഇല്ലേ അത് നേരെ താഴേക്ക് പോയി എന്നിട്ട് കാണാം. ദറ്റ് ഈസ് ബി ക്രോസ് അല്ലേ. സോ ദ വെക്ടർ പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. സെക്കൻഡ് വൺ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. Suppose you are having three vectors such that you are multiplying that vectors in this way, that is vector A cross vector B plus vector C. നമുക്ക് മൂന്ന് വെക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ബിയും സിയുടെ ആഡ് ചെയ്തിട്ട് റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യും? എ ആയിട്ട് ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് അല്ലേ. അപ്പം ബിയും സിയും വന്ന മൂന്ന് വെക്ടേഴ്സ് രണ്ടെണ്ണം ആഡ് ചെയ്യുക, എന്നിട്ട് എയുമായിട്ട് എന്തായിരിക്കും അത് ക്രോസ് ചെയ്യാം. ഈസ് ഈക്വൽ ടു വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി. കണ്ടല്ലോ, ആദ്യം എയും ബിയുടെ ക്രോസ് ചെയ്യുക, പിന്നെ എയും സിയുടെ ക്രോസ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ആ വാല്യൂം ഈ ലെഫ്റ്റിലെ പ്രോഡക്റ്റിൽ കിട്ടുന്ന വാല്യൂം എന്തായിരിക്കും? ദേ ആർ ഈക്വൽ. ദിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നെക്സ്റ്റ് ഈസ് വെക്ടർ പ്രോഡക്റ്റ് ഓഫ് പാരലൽ വെക്ടേഴ്സ്. മൂന്നാമത്തെ വെക്ടർ പ്രോഡക്റ്റ് ഓഫ് പാരലൽ വെക്ടേഴ്സ്.
Suppose you are having two vectors, vector A and vector B. They are parallel and lying in the same plane. അങ്ങനെയാണെങ്കിൽ എയും ബിയും പാരലൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കും? 0. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് 0. പാരലൽ ആവുന്ന സമയം ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാല്യൂ എങ്ങനെ കിട്ടും? വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ഇതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. എക്സ്പാൻഷൻ എൻ ക്യാപ്പോട് ചേർത്ത് നമ്മൾ എഴുതുകയുള്ളൂ. സോ ദിസ് വാല്യൂ ഈസ് എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ 0 ഇൻറ്റു എൻ ക്യാപ്. സൈൻ 0 0 അല്ല, ഈ വാല്യൂ 0 ആയതുകൊണ്ട് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 0. അപ്പോൾ പാരലൽ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. Next is vector product of two perpendicular vectors. ഇപ്പോൾ നമ്മുടെ രണ്ട് വെക്ടേഴ്സുകൾ പെർപെൻഡിക്കുലർ ആണ്, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ ഒന്നിന് പെർപെൻഡിക്കുലർ ആണ്. Then angle between them theta is equal to 90 degree. ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. അപ്പം നമുക്ക് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു അതിൻ്റെ എക്സ്പാൻഷൻ വരുന്ന എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് എടുക്കാം അല്ലേ. ഹിയർ ദ വാല്യൂ ഈസ് എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ ഇൻറ്റു പ്രൈസ് ഓഫ് തീറ്റ 90 വരും. സൈൻ 90 ഇൻറ്റു എൻ ക്യാപ്പ്. സൈൻ 91 ആണല്ലോ. സോ ദ വാല്യൂ ഈസ് എ ബി ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പോൾ സൈൻ 91 വരുമ്പോൾ ആ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് വി ആർ ഗെറ്റിംഗ് ദ മാക്സിമം വാല്യൂ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് vector product of orthogonal unit vectors. Vector product of orthogonal unit vectors. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് അതൊക്കെ നമുക്കറിയാം. I cap along the x direction, j cap along the y direction and k cap along the z direction. ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് സെയിം ടൈപ്പാണ്. അപ്പോൾ ആദ്യമായി എടുക്കുന്നത് ഐ ക്യാപ് ക്രോസ് ഐ ക്യാപ്പ് എടുക്കുന്നു അല്ലേ. എക്സ്പാൻഷൻ എന്ത് വരും? നമുക്ക് മോഡുലസ് ഓഫ് ഫസ്റ്റ് വെക്ടർ ഇൻറ്റു ഇപ്പോൾ 1 ഇൻറ്റു കാരണം എല്ലാ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ വാല്യൂ 1 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു രണ്ടും ഐ ക്യാപ്പ് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് സൈൻ അകത്ത് വരുന്ന വാല്യൂ 0. എൻ ക്യാപ്പ് വേണ്ട, നമ്മൾ സൈൻ 0 എന്ന് എടുക്കാം. സോ ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 0. ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 0. ദെൻ വാട്ട് അബൌട്ട് ജെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ്? അതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് ജെ ക്യാപ്പ് വരുമ്പോൾ 1 ഇൻറ്റു ജെ ക്യാപ്പ് വൈ ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പോൾ രണ്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതേപോലെ സൈൻ 0 എന്ന് കിട്ടും. സൈൻ 0 അല്ലേ. സോ this value is equal to 0. Hence we are j cap cross j cap is equal to 0. Similarly, the value of k cap cross k cap is also equal to 0. നമ്മൾ സെയിം ടൈപ്പ് എടുക്കാം. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിഫറെൻറ്റ് ടൈപ്പിലേക്ക്. അപ്പോൾ അത് ആദ്യം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം. എക്സ് വൈ ഇസഡ് എക്സിലേക്ക് പോകാം. അങ്ങനെ എടുക്കാം. സോ വി ആർ ടേക്കിംഗ് ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 1 ഇൻറ്റു ഐയും ജെയും വാല്യൂ 1 അല്ലേ. ആൻഡ് സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഐയും എക്സ് എക്സ് ആണ്, ജെ വൈ എക്സ്. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരും? സൈൻ 90 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 91 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 എന്ന് വരും. ക്രോസ് പ്രൊഡക്റ്റിന് ഡയറക്ഷൻ പറയണ്ടേ? ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഐക്കും ജെയ്ക്കും പെർപെൻഡിക്കുലർ. ഐ എക്സ് എക്സസ് ആണ്, ജെ വൈ ക്യാപ്പ് ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ക്രോസ് പ്രൊഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ എപ്പോഴും അതായത് ഐയും ജെയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറയും. രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഐയും ജെയ്ക്കും പെർപെൻഡിക്കുലർ വരണമെങ്കിൽ ഐ എക്സ് എക്സും ജെ വൈ എക്സും ആയതുകൊണ്ട് ഇസഡ് എക്സ് ആയിരിക്കും പെർപെൻഡിക്കുലർ. അതിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പ് അല്ലേ. അപ്പം നമുക്ക് 1 ഇൻറ്റു കെ ക്യാപ്പ്. 1 അതിൻ്റെ ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡും കെ ക്യാപ്പ് അതിൻ്റെ ഐക്കും ജെയ്ക്കും പെർപെൻഡിക്കുലർ വരുന്ന ഡയറക്ഷനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടറാണ്. അപ്പം അങ്ങനെ കൊടുക്കാം അല്ലേ. സോ വി ആർ റൈറ്റിംഗ് ദിസ് വാല്യൂ ആസ് ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു കെ ക്യാപ്പ്. Similarly, then you are taking j and k cap. J cap and k cap. J cap cross k cap is equal to
നേരത്തെ എടുത്ത പോലെ നമ്മൾ ഐയും ജെയും എടുത്താൽ നമുക്ക് കെ അല്ലേ കിട്ടും. അപ്പോൾ ജെയും കെയും എടുത്താൽ ഇതിന് പെർപെൻഡിക്കുലർ വരുന്ന ഐ ക്യാപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എത്ര കൊടുക്കാം? ദിസ് ഈസ് ഐ ക്യാപ്പ്. ദെൻ ഇനി നമുക്ക് എടുക്കേണ്ടത് കെയും ഐയും ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ഐയും ജെയും കെയും ഐയോട് എടുക്കാം. കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു കെ ഐ എടുക്കുമ്പോൾ കെ ഇസഡ് ആക്സിസും ഐ എന്ന് പറഞ്ഞ എക്സൈസും ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ വരുന്ന വൈ ഡയറക്ഷൻ അല്ലേ. അവിടുത്തെ യൂണിറ്റ് വെക്ടർ ജെ ആണെങ്കിൽ ജെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദിസ് ഈസ് ജെ ക്യാപ്പ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിന് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഇനിയും ഇതൊന്ന് റിവേഴ്സ് ചെയ്യുക, കമ്മ്യൂട്ട് ചെയ്താൽ നമുക്ക് ജെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് എടുക്കാം. ഇത് കമ്മ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര? മൈനസ് കെ ക്യാപ്പ്. കമ്മ്യൂട്ട് ചെയ്താൽ മൈനസ് ഇൻ വരും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈസിക്കൽ മൈനസ് കെ ക്യാപ്പ്. ഇതേപോലെ രണ്ടാമത്തെയോ കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ഈസിക്കൽ ടു മൈനസ് ഐ ക്യാപ്പ് ആൻഡ് ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ഈസിക്കൽ ടു മൈനസ് ജെ ക്യാപ്പ്. അത് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സൈൻ മാറുന്നത് മൈനസ്. കണ്ട, പിന്നെ നേരെ റിവേഴ്സ് ആണ്. കമ്മ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം നെഗറ്റീവ് വരുന്നത് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് a character of orthogonal vectors. Next we are going to sixth character in which you are observing the vectors are given in the component form. അതായത് വെക്ടർ എന്ന് പറഞ്ഞ് വെക്ടറിനെ തന്നിരിക്കുന്ന എങ്ങനെ കോമ്പൗണ്ട് ഫോം ആകുമ്പോൾ ax i cap plus ay j cap plus az k cap. എ എന്ന് പറഞ്ഞ വെക്ടറിനെ കോമ്പോണന്റ് ഫോമിൽ തന്നു. ബി രണ്ടാമത് നമുക്ക് വെക്ടർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ട വെക്ടർ ബി ആണ്. വിച്ച് ഇസ് ഗിവൺ ആസ് ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി ഇസഡ് കെ ക്യാപ്. Suppose you are going to find out the vector product of vector A and vector B which is given in the component form. Then you are writing vector A cross vector B equal to first bracket നമുക്ക് ഇതിന്റെ വാല്യൂ കൊടുക്കാം. അപ്പം that value is ax I cap plus ay j cap plus az k cap cross നെക്സ്റ്റ് വരുന്ന ബിയുടെ അല്ലേ. അപ്പം ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി ഇസഡ് കെ ക്യാപ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം എ എക്സ് ഐ ക്യാപ് കൊണ്ട് ഈ 3 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 3 ടേം കിട്ടും. എ വൈ ജെ ക്യാപ് കൊണ്ട് 3 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും കിട്ടും 3 എ ഇസഡ് കെ ക്യാപ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? അപ്പം അങ്ങനെ ഇതിനകത്തുള്ള ഓരോ ടേംസ് കൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടേംസ് നമുക്ക് കിട്ടത്തില്ലേ. അപ്പം അതിനെ കുറച്ച് സിമ്പിളായിട്ട് ഡിറ്റർമിനന്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയും. ഡിറ്റർമിനന്റ് ഫോം പുട്ട് ദീസ് വാല്യൂസ് ഇൻ ഡിറ്റർമിനന്റ് ഫോം ആയിരിക്കും. അപ്പം നമ്മൾ പോകുന്നത് ഡിറ്റർമിനന്റ് ഫോമിലേക്ക് അറേഞ്ച് ചെയ്യാം. ഡിറ്റർമിനന്റ് ഫോം നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ദാറ്റ് ഈസ് അതിൻ്റെ ഈ പ്രോഡക്റ്റ് ഡിറ്റർമിനന്റ് ഫോം എന്ന് പറയുന്നത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത് ഈ സിമ്പിളിൽ കൊടുക്കാം, മോഡുലസ് പോലെ. അതിനകത്ത് നമുക്ക് ഓർത്തോഗണൽ വെക്ടേഴ്സ് ന്യൂമറേറ്റർ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കോവിഷൻസ് നമുക്ക് എടുക്കാം അല്ലേ. ഐ ക്യാപ്പിൻ്റെ കോവിഷൻസ് ഏതൊക്കെയുണ്ട്? ഇവിടെ രണ്ടാണ്, ബി എക്സും ഉണ്ട് എ എക്സ്. അപ്പം അത് ഇവിടെ എ എക്സും ഇത് ബി എക്സും എന്ന് കൊടുക്കാം. ജെ ക്യാപ്പിൻ്റെ ഏതൊക്കെ വരുന്നുണ്ട്? എ വൈ ഉണ്ട് ബി വൈ ഉണ്ട്. അപ്പോൾ മുകളിൽ എ വൈ കൊടുക്കുക, താഴെ ബി വൈ കൊടുക്കുക. ഇനി അടുത്തത് കെ ക്യാപ്പിൻ്റെ കോവിഷൻസ് എടുക്കുകയാണെങ്കിൽ ഒന്ന് എ ഇസഡും മറ്റൊന്ന് ബി ഇസഡ് വരും. ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഡിറ്റർമിനന്റ് ഫോം എന്ന് പറയുന്നത്. ഇനി എക്സ്പാൻഷൻ ഉണ്ട്. എക്സ്പാൻഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഐ ക്യാപ്പ് എടുക്കുക. ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഡിറ്റർമിനന്റ് ഫോമിൽ അങ്ങനെ കണ്ടുപിടിക്കുന്ന ഐ ക്യാപ്പ് എടുക്കുമ്പം ഐ ക്യാപ്പിന് താഴോട്ട് വരുന്ന ടേംസ് ഒന്നും നമ്മൾ എടുക്കില്ല, ഇത് മാത്രം എടുക്കും. 1 2 3 4 വാല്യൂസ്. ഇത് ഐ ക്യാപ്പ് കഴിഞ്ഞൊരു ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എഴുതാം ഐ ക്യാപ്പ് ഇൻറ്റു. ആദ്യം ചെയ്യുന്നത് ഫോർവേഡ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഫോർവേഡ്. അപ്പം എ വൈയും ബി ഇസഡോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ എഴുതുന്നത് എ വൈ ബി ഇസഡ്, എ വൈ ബി ഇസഡ്. ഇനി അത് അപ്പോൾ ആദ്യം ഫോർവേഡ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക്വേഡ് മൾട്ടിപ്ലൈ ചെയ്യണം ഇങ്ങനെ. അപ്പം നമുക്ക് വാല്യൂ വരുന്നത് എ ഇസഡ് ബി വൈ. ഇതാണ് ഐ ക്യാപ്പിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇത് കഴിഞ്ഞു.
ഇനിയും അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ജെ ക്യാപ്പ് എടുക്കണം. ആദ്യം ഐ ക്യാപ്പ് അല്ലേ എടുത്ത്, ഇനി നമുക്ക് എതിലേക്ക് പോകാം. വി ആർ ഗോയിങ് ടു ജെ ക്യാപ്പ്. അപ്പം അതിന് മൈനസ് അല്ലേ കൊടുക്കാളൂ, മൈനസ് ജെ ക്യാപ്പ്. പ്ലസ് അല്ല, ഈ ബ്രാക്കറ്റിന് വെടി കൊടുക്കുന്ന മൈനസ് ജെ ക്യാപ്പ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇനിയും ചെയ്ത് നോക്കി, അടുത്ത ബ്രാക്കറ്റിനകത്ത് നമ്മൾ എഴുതുന്നത് എങ്ങനെ, മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു. അപ്പം ജെ ക്യാപ്പിൻ്റെ ടേംസ് നമ്മൾ ഇത് മൊത്തം അങ്ങ് മാറ്റി, ജെ ക്യാപ്പിന് താഴോട്ട് വരുന്ന ഈ ടേംസിനെ എടുക്കണ്ട. അപ്പം നമുക്ക് 1, 2, 3, 4 വാല്യൂസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ ഫോർവേഡ് മൾട്ടിപ്ലൈ ആണ്. ജെ ക്യാപ്പ് കഴിഞ്ഞാൽ ഫോർവേഡ് തന്നെ എപ്പോഴും ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നത് AXBZ, പിന്നെ മൈനസ് എന്ന് വരും. AXBZ മൈനസ് AXBZ മൈനസ്. ഇനി ബാക്ക്വേർഡ് മൾട്ടിപ്ലിക്കേഷൻ വരും. ഇതങ്ങ് മാറ്റിയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് മൾട്ടിപ്ലൈ ഇങ്ങനെ. അപ്പം AZBX എന്ന് വരും. AZBX റൈറ്റിലോട്ടൊക്കെ പോയതേ ഉള്ളൂ. അതൊരു ബ്രാക്കറ്റ് AZBX. ഇതൊക്കെ നോട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. മൈനസ് AZBX. ഇനി അടുത്തത് കെ ക്യാപ്പ് വേണം. അപ്പോൾ ഐ എടുത്തു, ജെ എടുത്തു, ഇനിയും കെ. അത് പ്ലസ്സിൽ കൊടുക്കണം. കെ ക്യാപ്പ് ഇൻറ്റു. എൻ്റെ റൂൾസ് ഉണ്ട്, ആ റൂൾസ് വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ എക്സ്പാൻഡ് ചെയ്തങ്ങ് പഠിച്ചാൽ മതിയോ. അപ്പം കെ ക്യാപ്പ് നമുക്ക് കൊടുക്കാതെ, കെ ക്യാപ്പ് കൊടുത്താൽ കെ ക്യാപ്പിന് താഴത്തെ ഈ വാല്യൂസ് വേണ്ട, ഇത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1, 2, 3, 4 വന്നില്ലേ. ആദ്യം ഫോർവേഡ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ എല്ലാവരും ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ആണ്. അപ്പം AXBY മൈനസ് AYBX. ഇതാണ് എൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അപ്പോൾ അതിനകത്ത് കിട്ടുന്നത് നമുക്ക് 9 ടേംസോളം കിട്ടും. അതിന് വരെ ഡിറ്റർമിൻ ഫോം എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഇതിനെ നമ്മൾ ആക്കുക. ഇങ്ങനെ ആക്കിയെടുക്കുന്ന ഡിറ്റർമിൻ ഫോം. ആ ഡിറ്റർമിൻ ഫോം എഴുതിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കോയിഷൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിട്ട് ആദ്യം ഐ ക്യാപ്പ്, പിന്നെ മൈനസ് ജെ ക്യാപ്പ്, പിന്നെ പ്ലസ് കെ ക്യാപ്പ് എടുക്കുക. ആദ്യം ഫോർവേഡ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 4 ടേംസ് കിട്ടുന്നതിനകത്തുനിന്ന് ആദ്യം ഫോർവേഡ്, പിന്നെ ബാക്ക്വേഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവസാനം നമുക്ക് ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വാല്യൂ ഒബ്റ്റെയിൻ വെൻ യു ആർ മൾട്ടിപ്ലൈയിങ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഇൻ കോമ്പണന്റ് ഫോം. അപ്പോൾ നമ്മൾ വെക്ടേഴ്സിനകത്തെ അഡീഷനും സബ്ട്രാക്ഷനും അതുപോലെ മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു. ഡിവിഷൻ സാധാരണ പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ഇത്രയും കാൽക്കുലേഷൻസ് അതിനകത്ത് പഠിച്ചു. അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പ്രോബ്ലത്തെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ഒരു റൗണ്ടിൽ നമുക്ക് ചെയ്യാം. തൽക്കാലം വെക്ടർ ആൾജിബ്രയിൽ നമുക്ക് ആവശ്യമുള്ള തിയറി എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.